ഇല്ല, നിലവിൽ ഒരു യാത്രക്കാരി, അവര് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള യാത്രക്കാരി ഈ സ്റ്റഫുമായിട്ട് വന്നിരുന്നു. അവരെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അവരെ കൂട്ടാനായിട്ട് വന്നിരിക്കുന്ന 3 പേര്, മലപ്പുറം സ്വദേശികളായിട്ടുള്ള 3 പേരെയും കൂടി ചേർത്ത് മൊത്തം 4 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർ 16-ാം തീയതിയാണ് കഴിഞ്ഞ മാസം, ഈ മാസം 16-ാം തീയതിയാണ് ഒമാനിലേക്ക് യാത്ര ചെയ്തതായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത് സപ്ലൈ ചെയ്യാനായിട്ടുള്ളവരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിൻ്റെ ഉണ്ട്. അതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് ഓഫ് നൗ നമുക്ക് ഈ 4 പേര് ആണ് പ്രതികളായിട്ടുള്ളത്. ഏതാണ്ട് 950ഓളം ഗ്രാം, 1 കിലോയുടെ അടുത്തുള്ള MDMA ആണിപ്പം ഇതിനകത്ത് ഡിറ്റക്ഷൻ ആയിരിക്കുന്നത്. അതിൻ്റെ പ്രൊസീജിയർ നടപടികൾ കഴിഞ്ഞ് അടുത്ത തലത്തിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ. ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അവിടെ നിന്ന് സെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ഞങ്ങളുടെ ഉണ്ട്. അത് റിവീൽ ചെയ്യാൻ കഴിയില്ല, കാരണം അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് പോകുന്നുള്ളതുകൊണ്ട് അത് നമ്മളതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നത്തെ ഒരു മേജർ ഡിറ്റക്ഷനും 1.5 കിലോയുടെ MDMA പാർസലായിട്ട് വന്നിരിക്കുന്ന കേസിനകത്ത് നമുക്ക് ഒമാൻ സോഴ്സ് തന്നെയായിട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഫർദർ അറസ്റ്റുകൾ 2 നടത്തിയിട്ടുണ്ട്. അതിന് മുന്നേ നടന്ന വാഴക്കാടുണ്ടായിരുന്ന ഒരു ഡിറ്റക്ഷനകത്തും ഇതുപോലൊരു സോഴ്സ് തന്നെയായിരുന്നു. അതിലും നമ്മൾ അറസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ കേസിലും ഇതേ രീതിയിലുള്ള തുടരന്വേഷണമുണ്ട്. അത് പക്ഷെ നമ്മൾ ഡിറ്റക്ഷൻ എവിടെ നിന്നാണെങ്കിലും അതിന്റെ സോഴ്സ് അന്വേഷിക്കുമ്പോൾ പുറത്തുനിന്ന് വന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അത് നമുക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ നിന്ന് വിദേശികളാണ് അതിന്റെ ഡീലിംഗ് എന്നുള്ളൊരു ഇൻഫർമേഷൻസ് ആണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്.